സ്റ്റുഡൻസ് എല്ലാവർക്കും എം സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയലിന്റെ വാല്യൂ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാക്ടറൈസേഷൻ എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസും അതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് നോക്കി. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയലിന്റെ വാല്യൂ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പോളിനോമിയൽ എന്ന് പറയുന്നത് വേരിയബിൾസ് ഉള്ള എക്സ്പ്രഷൻ ആണല്ലേ. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. വാല്യൂ പറയണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് വേണം. ഒരു പോയിന്റിലുള്ള വാല്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ പോളിനോമിയലിന്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേരിയബിൾസ് ഉണ്ട്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പോയിന്റിനും ഓരോ വേരിയബിൾസിന്റെ വാല്യൂ മാറും തോറും പി ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് പോളിനോമിയലിന്റെ വാല്യൂ പറയുമ്പോൾ നമ്മൾ അറ്റ് ദ പോയിന്റ് എന്നാണ് പറയാം. ഓക്കെ, നമ്മുടെ ഒരു പി ഓഫ് എക്സ് പോളിനോമിയൽ കൺസിഡർ ചെയ്യുക x² + 5x + 6. ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. വാല്യൂ അറ്റ് ദ പോയിന്റ് 0 എന്നുള്ള പോയിന്റിൽ അതിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. പി ഓഫ് 0 എന്നാണ് പ്രസന്റ് ചെയ്യുക. 0 എന്ന പോയിന്റിൽ പിന്റെ വാല്യൂ, പോളിനോമിയലിന്റെ വാല്യൂ പി ഓഫ് 0. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? എക്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇവിടെ 0 കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യാം. ഈ എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് 0² + 5 × 0 + 6 എത്ര കിട്ടി? 6. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് ദ പോയിന്റ് 0 എന്ന പോയിന്റിൽ പി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഇതേപോലെ പി ഓഫ് 1 കൊടുത്തു നോക്കാം. എക്സിന് പകരം നമ്മൾ എന്താ 1 എന്നാണ് ഇട്ടത് അല്ലെ. അപ്പൊ 1 കൊടുത്തു നോക്കാം. 1² + 5 × 1 + 6 1 + 5 + 6 12 അല്ലെ. അപ്പൊ 1 എന്നുള്ള പോയിന്റില് പി ഓഫ് എക്സിന്റെ വാല്യൂ 12 ആണ്. ഒരു പോയിന്റ് കൂടി ചെക്ക് ചെയ്യാം. പി ഓഫ് -2 -2² + 5 × -2 + 6 4 -10 + 6 = 0. പി ഓഫ് -2ന്റെ വാല്യൂ എത്ര? 0. അപ്പൊ പി ഓഫ് എക്സ് എന്ന പോളിനോമിയല് എക്സിന് പകരം നമ്മൾ -2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് അതിന്റെ വാല്യൂ 0 ആയി പോകുന്നത് കിട്ടി. ഇത് എന്താ മനസ്സിലാവുന്നത്? എക്സ് -2 ആവുമ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ 0 ആവും. ഈ -2നെ പറയുന്ന പേരാണ് പോളിനോമിയലിന്റെ 0. ഈ പി ഓഫ് എക്സിന്റെ 0 ആണ് -2 എന്ന പോയിന്റ്. മനസ്സിലായല്ലോ പോളിനോമിയലിന്റെ 0 എന്താണെന്ന്? പോളിനോമിയൽ എപ്പോഴാണ് 0 ആവുന്നത്? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്? അതാണ് പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. P of x is equal to x² minus 2x minus 8. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിന്റെ 0 കണ്ടുപിടിക്കണം. അതായത് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ, എക്സിന് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ =0 എന്നാവും. ആ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓരോന്നായി ചെക്ക് ചെയ്യാം. 1 0 ഏതെങ്കിലും 2-3 വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് എങ്ങനെ 0 കണ്ടുപിടിക്കാൻ നോക്കാം. പി ഓഫ് 1 ഇട്ട് കൊടുക്കാം. 1² -2 × 1 - 8 1 - 2 - 8 0 ആവോ? നോട്ട് ഈക്വൽ ടു 0 ആവില്ല. ഇനി അപ്പോൾ 1ന് പകരം എന്ത് കൊടുക്കാം? പി ഓഫ് 2 ഇട്ട് കൊടുക്കാം. 2² -2 × 2 - 8 അപ്പോൾ 4 -4 - 8 ആവോ? നോട്ട് ഈക്വൽ ടു 0. ഇനി പി ഓഫ് 4 ഇട്ട് കൊടുക്കാം. 4² എത്ര? 16 -2 × 4 - 8 16 -8 -8 ഇത് എത്രയാവും? 0 ആവും. അപ്പൊ പി ഓഫ് എക്സിന്റെ 0 4. ഇനി ഒരു 0 ഉണ്ടാവുള്ളൂ. വേറെ ഏതെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. പി ഓഫ് -2 ഇട്ട് കൊടുക്കാം. -2² 4 -2 × -2 -8 4 + 4 -8 ഇതെന്താ? 0 ആവും അല്ലെ. അപ്പൊ 4ലും പി ഓഫ് എക്സ് 0 ആണ്, -2ലും പി ഓഫ് എക്സ് 0 ആണ്. അപ്പൊ 4ഉം പി ഓഫ് എക്സിന്റെ 0 ആണ്, -2ഉം പി ഓഫ് എക്സിന്റെ 0 ആണ്. ഇനിയും കുറെ വാല്യൂസ് ഇട്ട് നോക്കാം 0 ആവുന്നുണ്ടോന്ന്. പക്ഷെ 2 വാല്യൂസേ ഇതിന് 0 ആവുള്ളൂ. എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. 2 വാല്യൂസേ 0 ആവുള്ളൂ. ഇപ്പൊ 4നെയും -2നെയും
പി ഓഫ് എക്സിന്റെ സീറോസ് എന്ന് പറയും. അതെന്തുകൊണ്ട് രണ്ടെണ്ണം മാത്രം സീറോ ആയ ബാക്കി ഒന്നും സീറോ ആവാത്ത അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സീറോസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇനി ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.